ഞാനാണ് ചൈനയിലെ മലയാളി. എന്നെ അറിയാത്തവരൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇന്ന് ഈ ഒരു മലയാളിയുടെ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ പറയാം. രാവിലെ നീച്ച് പല്ല് തേച്ച് തലി നോക്കുമ്പോഴാ കാണാതെ വന്ന കുറച്ച് അതിഥികൾ താരൻ രാവിലത്തെ ഈ ഒരു പ്രഭാതത്തിൽ തലയും ചുരുന്ന് പോകുന്നത് പ്രോട്ടീൻ എടുക്കാം. ഒരു മുട്ടയിൽ 7 ഗ്രാം പ്രോട്ടീൻ, ഇതിലാണെങ്കിൽ 30 മുട്ട. അപ്പൊ ഞാൻ തിന്നാൻ പോണത് 210 ഗ്രാം പ്രോട്ടീൻ. വാവ്. അത് കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയി ക്ലാസ്സിന് പോകാം. എന്റെ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഒറ്റ തടിയാണ് ഞാൻ. ഇവിടെ മലയാളി പോയിട്ട് ഒരു ഇന്ത്യക്കാർ പോലും ഇല്ല. പക്ഷെ അതൊന്നും ഈ ഒരു മലയാളിക്ക് പ്രശ്നമല്ല. ചൈനയിൽ പല ഭാഗത്ത് പഠിക്കുന്ന മലയാളീസ് നമ്മളെ ഡെയിലി കോളിയാറുണ്ട്. ഇതിൽ നമ്മളെ പട്ടി കിച്ചു കുച്ചു എല്ലാവരും ഉണ്ട്. അങ്ങനെ ആറ്റുനോറ്റി ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഈ ഒരു മലയാളി ആ ഒരു സത്യം പറഞ്ഞത്. ഇന്ന് ക്ലാസ്സിൽ നിന്ന് പകരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചതൊക്കെ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. ഇതൊക്കെ ഇപ്പൊ ആലോചിക്കുന്ന ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഈ മലയാളി തയ്യാറായില്ല. ഈ ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു. ക്ലാസ് കഴിഞ്ഞ് പോണ വൈക്ക് ഒരു സുന്ദരി കുട്ടിനെ കണ്ടിട്ടോ, പേര് നിക്കി. ഇതാണ് തായ ഫ്രം റഷ്യ, എന്റെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ നേരെ പോയത് ഫുഡ് അടിക്കാൻ. ചൈനയിലെ ഫുഡ് സത്യം പറയാലോ കിടിലനാണ്. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സാധനങ്ങളും വെടിയും കിട്ടാൻ. പക്ഷെ അബദ്ധം പറ്റിയത് ആക്രാന്തം കൊണ്ട് ചൂട് നോക്കാതെ തിന്നപ്പോഴാണ്. എന്തായാലും കിടിലൻ ടേസ്റ്റ് ആണ് മക്കളെ, കിടിലൻ. അങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോ രാത്രിയായി. ചെക്കന്മാരൊക്കെ ഫുൾ ഫോം ആട്ടോ. ഞാനാണ് നിങ്ങളുടെ സ്വന്തം മലയാളി. അപ്പൊ ഓക്കെ, ബൈ ബൈ.